നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഹലോ മാഡം. ഹലോ സർ, എവിടെ ഉണ്ട്? ഞാൻ സിറ്റിയിൽ തന്നെ ഉണ്ട് മാഡം. എന്തു പറ്റി? ജാനകി മർഡർ കേസിലെ ജയറാമില്ലേ, അയാളെ ഇന്ന് തന്നെ കസ്റ്റഡിയിൽ എടുക്കണം, എത്രയും പെട്ടെന്ന്. മാഡം, അയാളുടെ പേരിൽ സോളിഡ് എവിഡൻസ് ഒന്നുമില്ല. ഒരു എവിഡൻസും വേണ്ട സർ, അല്ലെങ്കിൽ ഇന്ന് രാത്രി ജയറാം കൊല്ലപ്പെടും. ഇതിൽ മറ്റ് കീഴ്വഴക്കങ്ങളൊന്നും നോക്കണ്ട, അറസ്റ്റ് ചെയ്തേക്ക്. കോൺഫിഡൻഷ്യലായി കാര്യങ്ങൾ നീക്കിയാൽ മാത്രം മതി, ബാക്കി നമുക്ക് സംസാരിക്കാം. ഓക്കെ? ഓക്കെ മാഡം, ഞാൻ ഇപ്പോൾ തന്നെ മെസ്സേജ് പാസ് ചെയ്യാം. ഹലോ, വേഗം കഴിച്ചു തീർക്കടാ, നമുക്ക് പോകാം. എങ്ങോട്ട്? ക്രിസ്റ്റി സാറിന് നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. മാർട്ടിൻ വെക്കോ, ഞാൻ വന്നോളാം. നിന്നെയും കൊണ്ട് ചെല്ലാനാ പറഞ്ഞിരിക്കുന്നത്. നീ വാ. എന്നാ ഞാനൊന്ന് കൈ എഴുതിട്ട് വരാം. വേഗം വാ. ഒന്നുകിട്ടോ പിടിക്ക, പിടിക്കാതെ. ഫാസ്റ്റ് ഫാസ്റ്റ് ഫാസ്റ്റ്. കൊല്ലണം, പിടിക്കാതെ. നിക്കടാ, നിക്കാൻ. നിക്കാൻ, നിക്കടാ. ചേട്ടാ, എന്നൊന്നും ചെയ്യല്ലേ, ഒന്നും ചെയ്യല്ലേ പ്ലീസ്. പ്ലീസ് ഒന്നും ചെയ്യല്ലേ. ആ മാർട്ടിനാ, അവര് കൃഷിയുടെ ആൾക്കാരാ, എന്നെ കൊല്ലാൻ വന്ന. പിടിച്ച് വണ്ടി കയറ്റവനെ. ഞാനൊന്നും ചെയ്തില്ല. അവരാണ് സാർ, അവരെന്നെ കൊല്ലാൻ വന്നത്. അവരാണ് സാർ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാനൊന്നും ചെയ്തിട്ടില്ല സാർ, അവന്മാരെന്നെ കൊല്ലാൻ വന്നതാണ് സാർ. ഞാൻ ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെ വെറുതെ അങ്ങ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അതിന് വലിയ കാര്യമൊന്നുമില്ലെന്നേ. എന്നാൽ ഈ സുന്ദരി എന്തിനാ എഴുന്നേറ്റ് അകത്തേക്ക് പോയത്? എന്റെ അച്ഛമ്മ വെറുതെ പറഞ്ഞതാണെങ്കിലും അതിനുള്ളൊരു ബ്രില്യൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞത് കുഴപ്പമായോടാ മോനെ? അതാ എന്റെ പേടി. സുന്ദരി ഒരു അക്ഷരം മിണ്ടാതെ എഴുന്നേറ്റ് പോവുകയും ചെയ്തു. സിനിമ കഥ പോലെ പറഞ്ഞതാണെങ്കിലേ അച്ഛമ്മയ്ക്ക് കഥ എഴുതാൻ തുടങ്ങിക്കൂടെ? അത് നല്ല പരിപാടിയാ. എടി മോളെ, എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. സുന്ദരി വരുന്നുണ്ട്. മിക്കവാറും എന്റെ കാര്യം തീരുമാനം ആവും. പതുക്കെ അച്ഛമ്മ അടുക്കളയിലേക്ക് എസ്കേപ്പ് ആയിക്കോ. ആ, അതാ ബുദ്ധി.
ചേച്ചിയെ ഞാനിവിടെ തടഞ്ഞോളാം. ഓക്കേ, ഞാൻ അങ്ങ് പോവാ. അച്ഛമ്മയൊന്ന് നിന്നേ. മോളെ, ഞാൻ എന്തെങ്കിലും അബദ്ധം പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മോൾ അച്ചമ്മയോട് ക്ഷമിക്ക്. മേലിൽ ഇത്തരം കാര്യങ്ങളില് ഞാൻ ഇടപെടുകയില്ല. അച്ഛമ്മ, യു റിയലി ബ്രില്യന്റ്. സമ്മതിച്ചിരിക്കുന്നു. ആ സമയത്ത് അച്ഛമ്മ അത് പറഞ്ഞതുകൊണ്ട് ഒരു ജീവൻ രക്ഷിക്കാനായി. ജീവനോ? ആരുടെ? എന്താ സുന്ദരി, എന്താ സംഭവം? എന്റെ ചേട്ടായി, അച്ഛമ്മ പറഞ്ഞില്ലേ ക്രിസ്റ്റിയാൻ ജയറാമിനെ കൊല്ലുമെന്ന്. ഞാൻ അപ്പൊ തന്നെ കമ്മീഷണർ സണ്ണി സാറിനെ വിളിച്ചു. ഒന്നും നോക്കണ്ട, ജയറാമിനെ കസ്റ്റഡിയിൽ എടുക്കാൻ പറഞ്ഞു. ക്രിസ്റ്റിയുടെ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് സ്റ്റേറ്റ് പോലീസ് അവനെ രക്ഷപ്പെടുത്തിയത്. സത്യാണോ ചേച്ചി? സത്യം. അല്ലെങ്കിൽ ക്രിസ്റ്റിയുടെ ആൾക്കാര് ഇന്ന് രാത്രി തന്നെ അച്ഛമ്മ പറഞ്ഞതുപോലെ അവനെ കൊന്നുകളഞ്ഞനെ. എന്റെ കണക്കുകൂട്ടലുകളൊന്നും പഴയ്ക്കാറില്ല. എന്തോ ഇത്രയും നേരം ഇവിടെ ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ഞാൻ എന്റെ എളിമ കൊണ്ട് പറഞ്ഞു പോയതല്ലേ. മനുഷ്യനായ എളിമ വേണം, എളിമ. ഓ, ഈ എളിമ കൊണ്ടായിരിക്കും സുന്ദര ചേച്ചി ഇങ്ങോട്ട് വന്നപ്പോ അടുക്കളയിൽ പോയി ഒളിക്കാൻ നോക്കിയത്. ആണോ അച്ഛമ്മ? ദേ, വെറുതെ എന്നെ ഇൻസൾട്ട് ചെയ്യല്ലേ, പറഞ്ഞേക്കാം. മോളെ സുന്ദരി, ഇനി ഇത്തരം കേസുകൾ ഉണ്ടെങ്കിൽ അച്ചമ്മയായി ഡിസ്കസ് ചെയ്യണം, കേട്ടല്ലോ? പണ്ട് ഞാൻ അങ്ങനെയല്ലേ അച്ഛമ്മ? അച്ഛമ്മയോട് ചോദിക്കാതെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതിന്റെ ഗുണം എന്റെ ജീവിതത്തിൽ എന്നും ഉണ്ടായിട്ടേ ഉള്ളൂ. അയ്യോ, ഉമ്മ, ഉമ്മ. ഇതാണടി എന്റെ പൊന്നു മോള്, കേട്ടല്ലോ പറഞ്ഞത്? ദേ, ഇന്ന് അച്ഛമ്മയ്ക്ക് സമാധാനായിട്ട് കിടന്നുറങ്ങാം. ഒരു ചെറുപ്പക്കാരന്റെ ജീവൻ രക്ഷിച്ചിരിക്കുക അച്ഛമ്മ. സുന്ദരി, ഈ ക്രിസ്റ്റിയെ വെറുതെ വിടല്ല. ക്രിസ്ത്യൻ മാത്രമല്ല, ഇവനെ പോലെ നാട് മുടിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഓരോരുത്തരെയായിട്ട് ഞാൻ പോട്ടും.